നമസ്കാരം. ഇന്നൊരു പുതിയ ചിന്ത ജീവിത വിജയവുമായി നിങ്ങളുമായി പങ്കുവെക്കുന്നു. ലക്ഷ്യത്തിൽ നിന്ന് നാം കണ്ണെടുക്കുമ്പോൾ കാണുന്ന ഭീതികരമായ കാര്യങ്ങളാണ് തടസ്സങ്ങൾ. ജീവിതത്തിൽ തടസ്സങ്ങൾ അനുഭവിക്കാത്തവരായി ആരുമുണ്ടാവില്ല. തടസ്സങ്ങൾ മൂലം പ്രവൃത്തി തുടങ്ങാത്തവരും തുടങ്ങിയ പ്രവൃത്തി ഇടയ്ക്ക് വച്ച് ഉപേക്ഷിച്ചവരും ധാരാളമുണ്ട്. ഹെൻറി ഫോർഡിൻ്റെ അഭിപ്രായത്തിൽ ഉറച്ച ലക്ഷ്യമില്ലാത്തതാണ് എല്ലാ തടസ്സങ്ങളുടെയും മൂലകാരണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലക്ഷ്യത്തിൻ്റെ കരുത്തുകൊണ്ട് തടസ്സങ്ങൾ കീഴടക്കാനാകും. അപ്പോൾ നമ്മൾ എന്ത് ലക്ഷ്യത്തിലേക്കാണോ നമ്മൾ പോകുന്നത് അത് ശക്തമായ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോയാൽ തടസ്സം മാറി വിജയത്തിലെത്താൻ കഴിയും എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു കഥ നിങ്ങളോട് പറയുകയാണ്. ധാരാളം കുട്ടികൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അവരെ ഓടിയും ചാടിയും കളിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ ഒരു ചെറുപ്പക്കാരൻ അതിനകത്തിരിക്കും. അവൻ ഇരുന്നു കൊണ്ടുള്ള കളികളിൽ വളരെ സമർത്ഥനാണ്. അതിൽ മാത്രമാണ് അവന് താല്പര്യം. അപ്പോൾ അവൻ്റെ ക്ലാസ് ടീച്ചർ അവനോട് ചോദിച്ചു, നിനക്ക് ഭാവിയിൽ ആരാകാനാണ് ഇഷ്ടം? അപ്പോൾ അവൻ പറഞ്ഞു, അവന് പട്ടാളക്കാരനാകാനാണ് ഇഷ്ടം. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, ഓടിയും ചാടിയും കളിക്കാതെ നിൻ്റെ കാലിനും കൈക്കും നിൻ്റെ പേശികൾക്ക് ബലമുണ്ടാവില്ല. പേശിബലം ഇല്ലാത്തവരെ പട്ടാളത്തിലെടുക്കില്ലെന്നും ആ ടീച്ചർ അവനോട് പറഞ്ഞു. പിന്നെ കണ്ടത് ഇരുന്നു കൊണ്ടുള്ള കളി അവസാനിപ്പിച്ച് അവൻ മറ്റു കുട്ടികളോടുകൂടെ ഓടിയും ചാടിയും കളിക്കുന്ന ഒരു കുട്ടിയെയാണ് പിന്നീട് ആ ടീച്ചർ കണ്ടത്. അവൻ പിന്നീട് പട്ടാളത്തിൽ ചേർന്നു. അവൻ ഉയർന്ന ഉദ്യോഗസ്ഥനായി. അവൻ അങ്ങനെ അവൻ്റെ ജീവിത ലക്ഷ്യത്തിൽ അവൻ എത്തിച്ചേർന്നു. ലക്ഷ്യത്തിൻ്റെ കരുത്തും ആഗ്രഹത്തിൻ്റെ തീവ്രതയും വരുത്തിയ ഒരു മാറ്റമാണ് ആ കുട്ടിയിലൂടെ കാണുവാൻ കഴിഞ്ഞത്. തടസ്സങ്ങൾ പലവിധമുണ്ട്. പ്രതീക്ഷിക്കുന്ന തടസ്സങ്ങൾ, പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ, മാനുഷികമായിട്ടുള്ള തടസ്സങ്ങൾ, സാധാരണ തടസ്സങ്ങൾ, അസാധാരണമായിട്ടുള്ള, ഇങ്ങനെ പല രീതിയിൽ തടസ്സങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്തൊക്കെ പേരിട്ടാലും എന്തൊക്കെ പേരിൽ വിളിച്ചാലും മുന്നോട്ടുള്ള പോക്കിന് ഈ തടസ്സങ്ങൾ ഒരു വിഘാതമാണ്. തടസ്സങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? അത് നമ്മൾ എങ്ങനെ നേരിടണം? ഒന്നാമത്, പ്രവൃത്തിയുടെ കൂടെ തടസ്സമുണ്ടാകും. ഏത് പ്രവൃത്തിയുടെ കൂടെയും തടസ്സമുണ്ടാകും. ആ ബോധ്യം ഉൾക്കൊള്ളുവാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. പ്രവൃത്തിക്കായി മനസ്സൊരുക്കണം. തടസ്സങ്ങൾക്കായി കരുതിയിരിക്കുക. അതാണ് രണ്ടാമത് നമ്മൾ എടുക്കേണ്ടത്. മൂന്നാമത്, വിജയിക്കേണ്ടത് തടസ്സമല്ല, നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് മനസ്സിനെ പറഞ്ഞ് ബലപ്പെടുത്തണം. നാലാമത്, തടസ്സത്തെ മതിലായി കാണാതെ അതിനെ വാതിലായി കാണുക. അപ്പോൾ നമ്മുടെ തടസ്സം ആ വാതിലിലൂടെ പുറത്തു പോകും. അഞ്ചാമത്, തടസ്സങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവകൃപയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തടസ്സങ്ങൾ മാറിക്കിട്ടും. പരാജിതൻ്റെ മുന്നിലെ കല്ലുകൾ വിജയിയുടെ ചവിട്ടുപടികളാണ് എന്നുള്ള വിജയമന്ത്രം എന്നും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ വിജയമന്ത്രവുമായി മുന്നോട്ട് പോയാൽ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ കഴിയും. ഈ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവച്ചു. നന്ദി, നമസ്കാരം.